അങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ അർജന്റീന ആദ്യം ഒരു സമനില പിന്നെ ഒരു കിടിലൻ കംബാക്ക്. ഏത് ആദ്യം ഒരു സമനില പിന്നെ ഒരു കിടിലൻ, അത് നമ്മൾ ഇന്നും കണ്ടു. അതാണ് അർജന്റീന കളി നമ്മൾ കണ്ടത്. പക്ഷെ എന്തൊക്കെ പറയാം, ഓക്കെ 3-1 അർജന്റീന ജയിച്ചു. ഈ കളി നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫ് അല്ല, ഫസ്റ്റ് സ്കലോണി ഇറക്കിയ ലൈനപ്പിലും നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്കലോണി മാറ്റങ്ങൾ വരുത്തി, അതിലാണ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കണ്ടത്. പിന്നെ റെഡ് കാർഡ് കിട്ടിയിട്ടും സ്വിറ്റ്സർലാൻഡ് അത്രയും ടൈം അർജന്റീനക്കെതിരെ പിടിച്ചു നിന്നു. അതൊന്നാണ് പിടിച്ചു നിന്നു. പിന്നെ ലാസ്റ്റ് ടൈമിൽ നല്ല ഇമ്പാക്ട് അടുത്ത് ജയിച്ചു. ഒന്നും പറയല്ലേ, കാരണം അൽവാരസ് ഒരുപാട് കളിയായിട്ട് വീക്ക് പെർഫോമൻസ് ആണ്. പക്ഷെ ഇക്കളിയിൽ ആ ഒരു ഗോൾ മതി ചെക്കൻ്റെ അബിലിറ്റി തെളിയിക്കാൻ. ഔട്ട്സ്റ്റാൻഡിങ്. ഇനി അടുത്ത കളി ഇംഗ്ലണ്ടുമായിട്ടാണ്. ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടുമായിട്ട് ജയിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു സൈഡ്, ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രാൻസ്, സ്പെയിൻ ഭയങ്കര സ്ട്രോങ് സൈഡ്. അറ്റാക്കിങ് വളരെ മോശം ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിന് ശേഷം ഇംഗ്ലണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജൂഡ് ബെല്ലിംഗം വൺ ഫോമിലാണ്. കണ്ടറിയാം എന്തായാലും ഇംഗ്ലണ്ട് മത്സരം വീണ്ടും എന്റെ ഒരു ഓപ്ഷൻ, എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ വീണ്ടും ഫ്രാൻസ് vs അർജന്റീന ഫൈനൽ വരാനാണ്. സിമ്പിൾ ആയിട്ട് കപ്പെടുക്കും. പക്ഷെ നിങ്ങള് മത്സരം കണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ അടുക്കള നമ്മളൊന്ന് പറഞ്ഞിട്ടോ, റെഡ്കാർഡിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യണം. റെഡ്കാർഡിന്റെ ഒന്നുമില്ല, അഭിനയിച്ചുകൊണ്ട് കൊടുത്തേ അല്ലാതെ പോർച്ചുഗൽ ഫാൻസും. അപ്പൊ ഓക്കെ, വീഡിയോ അർജന്റീന കളി എന്തായിരിക്കും എന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ അറിയിച്ചോളും. ബൈ ബൈ ബൈ.